കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ഒരു നിമിഷം ബാക്കിയെല്ലാം മറന്ന് മോളെ എന്ന് വിളിച്ച് ചാന്ദിനി പുറത്തേക്ക് പായുമ്പോൾ ആ ബുക്കും ഫോട്ടോയും ഹാളിൽ എവിടെയോ വീണുപോയി. പാർത്തി അപ്പോഴേക്കും പെണ്ണിന്റെ അലർച്ചയായിട്ട് ചാന്ദിനിക്ക് മുന്നേ പുറത്തേക്ക് ഇറങ്ങി മതിലും ചാടി ഓടിയിരുന്നു. എന്താടി ഓടിക്കതച്ചവൻ വന്നിന്ന് ചോദിക്കുമ്പോൾ പേടിച്ചുളറി അവിടെ ആ വിറകുപുരയുടെ പുറത്ത് അനക്കമറ്റ് നിൽക്കുകയാണ് പെണ്ണ്. അപ്പോഴേക്കും ഗേറ്റ് കടന്ന് നേർവഴിയിലൂടെ ചാന്ദിനി അവിടെ എത്തിയിട്ടുണ്ട്. എന്താ മോളെ? പാമ്പ്, ഒരു പാമ്പാൻ്റെ വിറകുപുരയില്. ഞാൻ വിറകെടുക്കാൻ ചെന്നപ്പോ തലവരിച്ച് അകത്തേക്ക് പോയി. നല്ല വലുതാ. ശ്വാസമെടുത്ത് കിതപ്പോടെ അത്രയും പേടിച്ചുള്ള പെണ്ണിന്റെ പറച്ചിൽ കേട്ട് പാർത്തി അവിടെ കണ്ണുമിടത്തി അവളെയും നോക്കി നിൽപ്പാണ്. പാമ്പെങ്കി പാമ്പ്, ഇവിടെ ഒന്ന് പേടിക്കുന്നുണ്ടല്ലോ. മുഖവും കഴുത്തും ആകെ വിയർത്ത് കൈവിരൽ വരെ വിറക്കുന്നുണ്ട് പെണ്ണിന്റെ. ഒരാളൊക്കൊന്ന് ജയിലിൽ പോയവളാണ് പാമ്പിനെ കണ്ട് തുള്ളുന്നെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? പാർത്തിക്ക് അവളുടെ നിൽപ്പും പാവും ഇടയ്ക്ക് വിറകുപുരയിലേക്ക് ഒളി കണ്ടിട്ടുള്ള നോട്ടം കണ്ട് ചിരി വരുന്നുണ്ട്. അതിനു പുറമെ പെണ്ണിനെ അടക്കി പിടിക്കാൻ തോന്നുന്ന വല്ലാത്തൊരു ഇഷ്ടവും. പക്ഷേ അതൊന്നും നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പാമ്പല്ലേ പ്രശ്നം. ചാന്ദിനിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് കുറച്ചും കൂടെ പുറകിലേക്ക് മാറി നിൽക്കുന്നവളെ നോക്കി പാർത്തി ചുറ്റുമെന്ന് നോക്കി. കിണറിനടുത്ത് വലിയൊരു വടി കിടക്കുന്നുണ്ട്. നേരെ ചെന്ന് അതെടുത്താൻ വിറകുപുര ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അയ്യോ, എങ്ങോട്ടാ നീ പോകുന്നേ? പരിഭ്രമത്തോടെയുള്ള പെണ്ണിന്റെ സ്വരം. പാർത്തി തിരിഞ്ഞവളെ നോക്കി. ഓ, തന്നോട് തന്നെയാ? പാമ്പിനെ പിന്നെ നീ ഇവിടെ തന്നെ കിടത്താൻ പോവാണോ? അവന് തിങ്കളൊന്നും മിണ്ടിയില്ല. അവന് നന്നായിട്ട് പാമ്പിനെ പിടിക്കാൻ അറിയാൻ മോളെ. ചാന്ദിനി കണ്ണടച്ച് കാണിച്ചു. സൂക്ഷിച്ചു പോ പാർത്തിയോ. അകത്തേക്ക് കിടക്കുമ്പോൾ വീണ്ടും അതേ പരിഭ്രമത്തോടെയുള്ള സ്വരം. ആ നിമിഷം ചെക്കന്റെ ചുണ്ടുകൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെയാണ് ആ പാമ്പിനെ ശരിക്കൊന്ന് അന്വേഷിച്ചു തുടങ്ങിയത്. അവിടെ ഇവിടെയുള്ള വിറകിലും തട്ടി നോക്കി. പാച്ചു, സൂക്ഷിച്ചു നോക്കിട്ടടാ. തിങ്ങളോട് വലിയ കാര്യം പറഞ്ഞ ആൾ കൂടെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഇതിപ്പോ വല്ലാത്ത കഷ്ടായാലും. എന്നാ പാമ്പ് അവിടെ തന്നെ ഇരിക്കട്ടെ. മര്യാദക്കൊന്നും നോക്കാനും സമ്മതിക്കില്ല രണ്ടും. പുറത്തേക്ക് വന്നവൻ ഒച്ചയെടുത്തും അവർ മുഖം കുനിച്ചു. പാർത്തി പിന്നെ അകത്തേക്ക് കയറി. തട്ടി തട്ടി തെക്കേ മൂലയിൽ അനക്കവൻ കണ്ടു. ഒരു നീണ്ടു കിടക്കുന്ന വാലും. കയ്യിൽ വടിവെച്ച് അവൻ ഒന്നുകൂടെ അവിടെ തട്ടിയതേ അത് ഉള്ളിലേക്ക് വലിഞ്ഞു. പാർത്തി കുറച്ച് മാറിന്ന് അവിടെയുള്ള ചാക്കിലും മറ്റൊന്ന് കുത്തി. അതിൻ്റെ ഇടയിലേക്കാണ് സംഭവം വലിഞ്ഞു പോയത്. ഇവിടുന്ന് കുത്തുമ്പോൾ അപ്പുറത്തേക്ക് ഇഴഞ്ഞു പോകുമെന്നാണ് അവൻ വിചാരിച്ച്. പക്ഷെ പാമ്പ് പേടിച്ച് നേരെ വടക്കോട്ട് ഇഴഞ്ഞ പടിഞ്ഞാറ് വശത്തൂടെ, അതായത് വിറകുപുരയുടെ വാതിലൂടെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ പാർത്തി പാമ്പ് വരുന്നെന്ന് രണ്ടുപേരും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോഴേക്കും രണ്ടിന്റെ അലർച്ച ഒരുപോലെ അവിടെ ഉയർന്നു. പാർത്തി ഒറ്റച്ചാടത്തിന് പുറത്തേക്ക് എത്തി നോക്കുമ്പോൾ ദേ രണ്ടും കെട്ടിപ്പിടിച്ച് കണ്ണുടച്ച് വിറച്ചുള്ളി നിൽക്കുന്നു. പാമ്പിനെ നോക്കുമ്പോൾ അതവിടെ കിണറും കടന്ന് പാടത്തേക്കോട്ട് അലർച്ച കേട്ട് അതിന്റെ ജീവനും കൊണ്ട് പറന്നു പോകും പോലെയാണ് നീളത്തിൽ കുതിക്കുന്നത്. അതൊരു മഞ്ഞ ചേര അമ്മേ, കടിക്കൊന്നുമില്ല. നിങ്ങൾ രണ്ടും കൂടെ ഇപ്പൊ അതിനെയാ പേടിപ്പിച്ച്. ചിരിയോടെയുള്ള പാർത്തിയുടെ വർത്താനത്തിലാണ് ചാന്ദിനി നിങ്ങൾ കണ്ണു തുറന്ന്. പാമ്പ് മഞ്ഞച്ചേരയാണെങ്കിലും വലിപ്പം അതൊരു 1.5 വലിപ്പം തന്നെയായിരുന്നു. ഓടിപ്പിടിച്ചത് പോയതാണെങ്കിലോ പാമ്പിനെ നോക്കി പേടിച്ചിരുന്ന രണ്ടെണ്ണത്തിന്റെ കാലിന്റെ ഇടയിലൂടെയും. അതാണ് അവിടെ ശബ്ദം കുറച്ച് കൂടുതൽ അങ്ങ് ഉയർന്നു പോയത്. മഞ്ഞച്ചേരയല്ലേ മോളെ? ഞാനും അപ്പോഴേ വിചാരിച്ചു അതിന്റെ ആ പോക്ക് കണ്ടപ്പോ. നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചെടുത്ത് പതർച്ചയോടെ എന്നാൽ ചിരിച്ച് ചാന്ദിനി പറയുമ്പോൾ പാർത്തി ഓവർ എന്നർത്ഥത്തിൽ തലയാട്ടി. പക്ഷേ പെണ്ണിന്റെ മുഖം ഇപ്പോഴും വിളറി നിൽപ്പാണ്. ചേരയാണെങ്കിലും മറ്റേത് പാമ്പാണെങ്കിലും ശരി, ചെറുപ്പം മുതലേ അവൾക്ക് അത്രയും പേടിയാണ് ഈ സാധനത്തിന്. ഇനിയും വരും അത്? പിന്നെ നീയുടെ സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്, എന്തായാലും വരും. പാർത്തി പെണ്ണിന്റെ പേടിയാണ്ട് രസം പിടിച്ച് അവളെ കളിയാക്കിയാണ് പറച്ചിൽ. ചാന്ദിനി അവനെ കണ്ണുരുട്ടി നോക്കി. തിങ്കളുടെ മുഖം വല്ലാതായിട്ടുണ്ട്. മോൾക്ക് ഇനിയും പാമ്പ് വരുന്ന പേടിയുണ്ടെങ്കിലേ ഇച്ചിരി വെളുത്തുള്ളി വെള്ളം വീണ്ടും ചുറ്റും തെളിയിച്ചാൽ മതി. ആ മണുണ്ടെങ്കിൽ ഇവരടിക്കില്ല. ചാന്ദിനി ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് തിങ്കളിന് ഇഷ്ടമായി. ആളുടെ മുഖം ആശ്വാസത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ വെളുത്തുള്ളി പെണ്ണിന്റെ കയ്യിലില്ല. എന്റെ അടുത്തുണ്ട്, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ചാന്ദിനി വീട്ടിലേക്ക് നടന്നു. ചാന്ദിനി പോകുന്ന നോക്കിയെന്ന് തിങ്കളുടെ അടുത്തേക്ക് പാർത്തി 2 അടി കൂടി നീങ്ങി. ദേ പാമ്പ്! അടുത്ത നിമിഷം സെക്കൻഡ് അറച്ചയിൽ അയ്യോ എന്നൊരുളിയോടെ തിങ്കൾ 2 അടി പിന്നിലേക്ക് ചാടി പാർത്തിയുടെ തോളിൽ കയറി പിടിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പേടിക്കല്ലേടി? ചുണ്ട് അടിച്ചുപിടി സെക്കൻഡ് ഒരു പൊട്ടിച്ചിരി. പിടിച്ച കൈ കൊണ്ട് തന്നെ പാർത്തിയെ ശക്തിയിൽ തള്ളി മാറ്റി ആൾ ചാന്ദിനിയുടെ മുന്നേ പോകുമ്പോൾ ചുണ്ടുയർത്തി ഒന്ന് ചിരിച്ചുകൊണ്ടവൻ ആർക്കു മുന്നേ മതിലും ചാടി വീട്ടിലേക്ക് എത്തി. തുറന്നിട്ട വാതിലൂടെ അകത്തേക്ക് കയറിയവൻ ഡൈനിങ് ടേബിളിൽ നിന്ന് ചെക്കിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുമ്പോഴാണ് അപ്പുറത്ത് കിടക്കുന്ന പുസ്തകത്തിൽ കണ്ണുടക്കിയത്. ഇതാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് എന്നൊരു ചിന്തയോടെ അവൻ അതെടുത്ത് പിടിക്കുമ്പോഴാണ് ദേ അപ്പുറത്തൊരു ഫോട്ടോ മറഞ്ഞു കിടക്കുന്നത്. ചുളിഞ്ഞ നെറ്റിയോടെ തന്നെ അവൻ ആ ഫോട്ടോയും കയ്യിലെടുത്തു. തിരിച്ചത് നോക്കിയ നേരം അവന്റെ കണ്ണ് രണ്ടും മിഴിഞ്ഞു. ഒരു നിമിഷം അവൻ അതിലേക്ക് തുറച്ചു നോക്കി നിന്നു. അനിരുദ്ധനും ചാന്ദിനിയും. ചന്തുമുടി 2 വശത്തേക്കും പിന്നിട്ട് ഒരു ധാവണി ഉടുത്തും അനിരുദ്ധൻ മുണ്ടിലും ഷർട്ടിലും ചന്തുവിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയുള്ള അവരുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുൾ സൈസ് ഫോട്ടോ. പാർത്തിയുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. ഇനി എന്താണ് ഇവർക്കിടയിൽ നടന്നതെന്നറിയാൻ കാത്തിരിക്കാൻ അവന് വയ്യ.
വാ മോളെ, ഞാൻ എടുത്തുതരാം. തിങ്കളുടെ കൈയും പിടിച്ച് അടുക്കളയിലേക്ക് പോകുന്ന ചാന്ദിനി. ചന്തു ഒന്നേ. ഇത്ര നേരം ഉണ്ടായിരുന്ന പോലെ കുസൃതി നിറഞ്ഞവന്റെ ശബ്ദമായിരുന്നില്ല അത്. അവന്റെ ആ വിളിയുടെ ആജ്ഞയിൽ ചന്തുവും തിങ്കളും പിടിച്ചു കെട്ടിയ പോലെ നിന്നു. തിരിഞ്ഞവനെ നോക്കുമ്പോൾ ചെക്കന്റെ കയ്യിലെ പുസ്തകത്തിലേക്കാണ് തിങ്കളിന്റെ നോട്ടം പോയതെങ്കിൽ ചാന്ദിനി കണ്ടത് മറുകൈയിലെ ഫോട്ടോ തന്നെയാണ്. കാലിന്റെ ഉള്ളിനടിയിലൂടെ ഒരു പെരുപ്പ് ദേഹത്തേക്ക് മിന്നൽ പോലെ പാഞ്ഞു കയറിയത് ചാന്ദിനി അറിഞ്ഞു. ആരുടെ മിഴികൾ പിടച്ചു. ഇനിയും അമ്മക്കിനോടൊന്നും പറയാനില്ലേ? ആ ഫോട്ടോ ആർക്കു മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അവൻ ചോദിക്കുമ്പോഴാണ് തിങ്കളും അത് കാണുന്നത്. ആന്റിയും ആ സാറും. കുറച്ചു നിമിഷം അവളുടെ കണ്ണുകളും മിഴിഞ്ഞുപോയി. പാച്ചു, നോവോടെയുള്ള വിളി. പാർത്തിയുടെ മുഖത്താണെങ്കിൽ എല്ലാം എനിക്കിപ്പോൾ തന്നെ അറിഞ്ഞേ പറ്റൂ എന്ന വാശി. ഇനി അവൻ അത് അറിയുന്നതിൽ വിലക്കാൻ തിങ്കളിനും വാക്കുകളില്ല. അതുകൊണ്ട് തന്നെ ഇരുവരെയും നോക്കി അവൾ പുറത്തേക്ക് പോവാനൊരുങ്ങി. ആന്റിക്ക് താൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാവേണ്ടെന്നാണ് അവൾ ചിന്തിച്ച്. പക്ഷെ അപ്പോഴേക്കും ചാന്ദിനി അവളുടെ കയ്യിൽ കയറി പിടിച്ചു കഴിഞ്ഞു. തിങ്കൾ മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ണു നിറച്ചുള്ള ആ തലയാട്ടിൽ തന്നോട് പോവരുതെന്നൊരു അപേക്ഷ അവൾ കണ്ടു. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് തിങ്കൾ ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർത്തി ചാന്ദിനി കൊടുത്തു. തെല്ലൊരു വെപ്രാളത്തോടെ തന്നെ ചാന്ദിനിയെ കുടിക്കുന്നത് നോക്കി അവർ നിന്നു. കുടിച്ചു കഴിഞ്ഞ് ചാന്ദിനിയെ സെറ്റിൽ കൊണ്ടിരുത്തിയതും തിങ്കളാണ്. തിങ്കളിന്റെ കയ്യിൽ പിടിച്ച് തന്റെ അടുത്ത് തന്നെ ചാന്ദിനി ഇരുത്തുമ്പോൾ പാർത്തി അവർക്ക് ഓപ്പോസിറ്റുള്ള സെറ്റിലേക്ക് ചെന്നിരുന്നു. ഇനി അവന്റെ അടുത്തു നിന്നൊന്നും മറച്ചു വെക്കാൻ സാധ്യമല്ല. മറച്ചു വെക്കാൻ ചാന്ദിനി ഉദ്ദേശിക്കുന്നുമില്ല. അവന്റെ പ്രതികരണമോർത്തുള്ള ഭയം, അതാണ് അവനോടുള്ള തുറന്നു പറച്ചിൽ ഇത്രയും വൈകിപ്പിച്ച്. വെറും അമ്മയുടെ ഒരു പ്രണയകഥയല്ല ഇവിടെ അവനോട് പറയുന്നത്. അവന്റെ അസ്തിത്വം തന്നെയാണ് ഇവിടെ മാറിമറിയാൻ പോകുന്നത്. എന്നാൽ ഇനി അവനിൽ നിന്നൊന്നും ഒളിച്ചു വെക്കാൻ കഴിയാതെ ചാന്ദിനി മുഖം അമർത്തി തുടച്ച് എല്ലാവരോടും പറയാൻ ഒരുങ്ങിക്കഴിഞ്ഞു. മേലെടുത്ത് വീട് പാലക്കാട് ചിറ്റൂർ നാട്ടിലെ വലിയ പേരും പ്രശസ്തിയും പെരുമയുമുള്ള ഒരു മേനോൻ തറവാട്. അവിടുത്തെ വിശ്വംഭര മേനോൻ മുതലാളിയുടെയും ഭാര്യ സുജാതയുടെയും രണ്ടാമത്തെ മകനാണ് അനിരുദ്ധൻ. മൂത്തയാൾ സദാശിവൻ, ഏറ്റവും ഇളയുള്ള ഹരിപ്രിയ. അവിടുത്തെ കാര്യസ്ഥനായിരുന്നു ചാന്ദിനിയുടെ അച്ഛൻ രാമൻകുട്ടി, അമ്മ ശോഭന, പാർത്തിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയും. ഹരിപ്രിയയും ചാന്ദിനിയും ഒരേ പ്രായമാണ്, പഠിക്കുന്നു ഒരുമിച്ച്. ചാന്ദിനിക്ക് പഠിക്കാനെല്ലാം ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും കണക്കും ഇംഗ്ലീഷും നല്ല ബുദ്ധിമുട്ടായിരുന്നു. പഠിക്കാൻ പോകുന്ന സ്കൂളിലെ ടീച്ചർമാരും അങ്ങനെയെല്ലാം മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു തരില്ല. ഇപ്പോഴത്തെ പോലെയൊന്നുമല്ലല്ലോ അപ്പോ. എന്നാൽ ഹരിപ്രിയക്ക് പഠിക്കാൻ നല്ല മടിയായിരുന്നു. എന്നാൽ അനിരുദ്ധൻ അവളെ ഇരുത്തി പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവൾ എല്ലാത്തിലും ജയിച്ചൊക്കെ പോകുന്നുണ്ട്. ഒരിക്കലും അവൾക്ക് കണക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി. ചാന്ദിനിയാണെങ്കിൽ ആ പരീക്ഷ കഷ്ടിച്ചാണ് ജയിച്ചത്. തന്റെ വിഷമം കണ്ട് ഹരിപ്രിയാണ് പറഞ്ഞത്, അനിയേട്ടൻ പഠിപ്പിച്ചിരുന്നു നന്നായിട്ടെന്ന്. നീ എനിക്കൊപ്പം തന്നെ പഠിക്കാൻ വരാൻ, നിനക്കും നല്ല മാർക്ക് കിട്ടുമെന്ന്. പാവമാണ് ഹരിപ്രിയ, തന്നെ അത്രയും ഇഷ്ടവും. അന്ന് ചാന്ദിനിക്കും ഹരിപ്രിയക്കും 10ാം ക്ലാസ് തുടക്കമാണ്. പഠിക്കാൻ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അനിരുദ്ധന്റെ അടുത്ത് ചെല്ലാൻ ചാന്ദിനിക്ക് പേടിയായിരുന്നു. വേറൊന്നുമില്ല, കാരണം അനിരുദ്ധന്റെ അച്ഛൻ വിശ്വംഭര മുതലാളി ആ നാട്ടിലെ പ്രമാണിയാണെങ്കിലും ഒരുതരം പ്രത്യേക സ്വഭാവമാണ് ആൾക്ക്. തനിക്കൊപ്പം ഉയർന്നവരായിട്ട് മാത്രമേ അയാൾ മര്യാദക്കൊന്ന് സംസാരിക്കൂ. ബാക്കിയുള്ള എല്ലാവരും അയാളുടെ കണ്ണിൽ അടിമകളാണ്. അതിപ്പോൾ നാട്ടുകാരോടായിക്കോട്ടെ അയാളുടെ പണിക്കാരോടായിക്കോട്ടെ. ആരെയും അടച്ചാക്ഷേപിക്കാൻ അയാൾക്ക് യാതൊരു മടിയുമില്ല. അയാളുടെ കാര്യസ്ഥനായ തന്റെ അച്ഛനെ വരെ അയാൾ പലരുടെയും മുമ്പിൽ ചെറിയൊരു തെറ്റിന് പോലും വഴക്ക് പറയുന്നു, അപമാനിക്കുന്നു ചാന്ദിനി നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഹരിപ്രിയയുടെ കൂട്ടുകാരിയായിട്ടും അവിടുത്തെ കാര്യസ്ഥന്റെ മകളായിട്ടും ഇന്നേവർ ആ വീടിന്റെ അടുക്കളയോ അടുക്കളപ്പടിയല്ലാതെ ഉള്ളിലോട്ട് അവൾ കയറിയിട്ടില്ല. എന്നാലും ചെയ്യുന്ന ജോലിക്ക് മാന്യമായി തന്നെ അയാൾ കൂലിയിരുന്നുകൊണ്ട് തങ്ങൾക്ക് ജീവിക്കാനുള്ള അച്ഛൻ സ്വരുക്കൂട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കണ്ണിൽ ഇത്രയും ഭീകരനായ വിശ്വംഭര മുതലാളിയോട് അയാളുടെ ഭാര്യ പോലും എതിർത്ത് സംസാരിച്ചിട്ടില്ല. പക്ഷെ അവളുടെ അനിയേട്ടൻ അച്ഛനോട് ദേഷ്യപ്പെടുമെന്ന് ഹരിപ്രിയ പറഞ്ഞ് ചാന്ദിനിക്കറിയാം. അച്ഛൻ എത്ര തല്ലിയാനും ചീത്ത പറഞ്ഞാലും ഏട്ടനൊരു കുഴപ്പവുമില്ല. ഏട്ടൻ എന്താണോ ശരി അത് ഏട്ടൻ ചെയ്യൂ എന്ന്. അപ്പോൾ വിശ്വംഭര മുതലാളിയെ വരെ ഉറപ്പിക്കുന്നവരുടെ അടുത്ത് പഠിക്കാൻ പോവാൻ ചാന്ദിനി കുറച്ച് പേടിക്കുന്നതിൽ കാര്യമില്ലേ? അതുമല്ല, ആ വീട്ടിലെങ്ങനെ അവൾ പഠിക്കാൻ വരും? ഹരിപ്രിയോട് അവളുടെ വിഷമം പറയുമ്പോൾ അവൾക്ക് അവളുടെ അച്ഛന് ഒരുപാട് പേടിയാണ്. അച്ഛനെ എതിർത്ത് ചാന്ദിനി അങ്ങോട്ട് കയറ്റാൻ അവൾക്കും കഴിയില്ല. എന്തായാലും നിന്റെ കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞു നോക്കാം, ഏട്ടനെന്താണ് പറയുന്നത് നോക്കട്ടെ എന്ന് ഹരിപ്രിയ പറയുമ്പോൾ പിന്നെയും ഭയമുണ്ടെങ്കിലും പഠിക്കാനുള്ള മോഹത്തിന് അവൾ തലയാട്ടിയതേയുള്ളൂ. അന്നത്തെ ദിവസം ഹരിപ്രിയ അനിരുദ്ധനോട് തന്റെ കാര്യം ചോദിക്കാൻ പോയപ്പോൾ അന്ന് രാത്രി പേടിച്ചുറങ്ങിയിട്ടില്ല ചാന്ദിനി. എന്നാൽ പിറ്റേന്ന് സ്കൂളിൽ പോകാൻ ചിരിയോടെ തുള്ളിച്ചാടി തന്റെ അടുത്തേക്ക് വരുന്ന ഹരിപ്രിയെ കണ്ട് ചാന്ദിനിയുടെ ഉള്ളിലും വെപ്രാളമായി. അനിരുദ്ധൻ എന്താണ് പറഞ്ഞതെന്നറിയാൻ. പഠിപ്പിക്കാമെന്ന് പറഞ്ഞ അനിയേറ്റൻ അവൾ പറയുമ്പോൾ ചാന്ദിനി ശരിക്കും ഞെട്ടി. വീട്ടിൽ വെച്ച് പഠിപ്പിക്കാൻ ആൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി ചാന്ദിനിക്ക് അത് പ്രശ്നമാണെങ്കിൽ പാടത്തിനടുത്തൊരു കുഞ്ഞ് വീണുണ്ട്, മേലെടുത്തുകാരുടെ തന്നെയാണ്. 1 ഏക്കർ കണക്കിനുള്ള പാടും അവരുടേതാണ്. പിന്നെയുണ്ട് തെങ്ങിൻ തോപ്പും തുണിക്കടയും കടമുറികളുമായ ഒരുപാട് സ്വത്തുക്കൾ. ഈ പാടത്തുള്ള വീട് അനിയേട്ടന് സ്വന്തം തന്നെയാണെന്ന് പറയാം. വീട്ടിൽ നിന്ന് അച്ഛനോട് വഴക്കിട്ട് പിണങ്ങിയാൽ ആൾ ഇങ്ങോട്ടാണ് അത്രേ വരിക. അതുകൊണ്ട് ആരും അറിയാതെ അനിയേട്ടൻ നിനക്ക് അവിടെ വെച്ച് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഹരിപ്രിയ പറയുമ്പോൾ ചാന്ദിനിക്ക് പേടിയായി.
വിശ്വപര മുതലാളി കാര്യം അറിഞ്ഞ പ്രശ്നമാവില്ലേ? ഹരിപ്രിയ പറഞ്ഞപ്പോൾ അനിയനോട് ചോദിക്കാൻ അവളെ പറഞ്ഞു വിട്ടെങ്കിലും ഇങ്ങനെ ഒളിച്ചു പഠിക്കാനൊന്നും ധൈര്യമില്ല പെണ്ണിന്. അതുകൊണ്ട് അവളോട് നിന്റെ ഏട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ തനി എങ്ങനെയും പഠിച്ചോളാന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഹരിപ്രിയ സമ്മതിച്ചില്ലെങ്കിലും പിന്നെ ഏട്ടനോട് പറയാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് കാര്യേട്ടനോട് അവൾ പറഞ്ഞു എന്നറിയാൻ ഹരിപ്രിയയും കാത്ത് ചാന്ദിനെന്നെങ്കിലും അവളൊന്നും സ്കൂളിലേക്ക് വന്നില്ല. അതുകൊണ്ട് വൈകുന്നേരം സ്കൂൾ വിട്ടു പോരുമ്പോൾ മേലെടുത്ത് അടുക്കള വാതിലിന്റെ അവിടേക്ക് ചെന്ന് സുജാതാമ്മയെ വിളിച്ച് കാര്യം ചോദിച്ചു. ആൾക്ക് വയറുവേദനയായിട്ടാണ് വരാതിരുന്ന് പറഞ്ഞപ്പോൾ തലയാടി ചാന്ദിനി തിരിച്ചടന്നു. പക്ഷെ അവിടെയുള്ള കുളക്കടവ് കിടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റിയില്ല അവൾക്ക്. കയ്യിലാരോ പിടിച്ചു വലിച്ച് മറപ്പുരയിലേക്ക് അയറ്റുമ്പോൾ നിലവിളിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്ക് അവൻ വാകൂടെ പൊത്തിപ്പിടിച്ചു. ഞാനടി. ഒപ്പം ചെവിയിൽ കേട്ട ശബ്ദവും ചാന്ദിനി അത് വേഗം തിരിച്ചറിഞ്ഞു. ആ വീട്ടിൽ വിശ്വംഭര മുതലാളിക്ക് മുകളിൽ മറ്റൊരു ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിൽ അത് ആ 19കാരന്റെ മാത്രമാണ്. അപ്പൊ പിന്നെ ഈ ശബ്ദം അവൾ തിരിച്ചറിയാതിരിക്കോ? നീ എന്താ ആളെ കളിയാക്കുകയാണോ? ആദ്യം പഠിപ്പിക്കാൻ പറയാ, പിന്നെ വേണ്ടാന്ന് പറയാ. ആര്യത്തിൽ അവളെ തനിക്ക് നേരെ തിരിച്ച് പേടിപ്പിക്കും പോലെ ചോദിക്കുമ്പോൾ അവൾ ശരിക്കും പേടിച്ചു പോയിരുന്നു. മറപ്പുരയിൽ ആ ഇരുണ്ട വെളിച്ചത്തിലും ഇരുവരുടെയും മുഖങ്ങൾ തമ്മിൽ അടുത്തു. നാളെ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കണം. അരിയുണ്ടാവും നിന്റെ കൂടെ, കേട്ടോ? കൽപ്പന പോലെ പറയുമ്പോൾ തലയാട്ടി ചാന്ദിനി. ആ നിമിഷം അനിരുദ്ധന്റെ ചൊടിയിൽ വിടർന്നു കണ്ണുകൾ തിളങ്ങിയത് അവൾ ആ ഇരുട്ടിൽ കണ്ടില്ല. പിറ്റേന്ന് മുതൽ ഹരിപ്രിയയുടെ ഒപ്പം ഇരുന്ന് പഠിച്ചിട്ടേ വരുള്ളൂ എന്ന് അമ്മയോട് പറഞ്ഞ് അനുവാദം വാങ്ങി ചാന്ദിനി അനുരുദ്ധനനുസരിച്ച് അവനടുത്ത് പഠിക്കാൻ പോയി തുടങ്ങുകയും ചെയ്തു. ആദ്യം പേടിച്ചു പോയിരുന്നവൾ പിന്നെ പഠിക്കുന്ന അത്ര വേഗം മനസ്സിലാക്കുമ്പോൾ അത്രയും ഇഷ്ടത്തോടെ പോവാൻ തുടങ്ങി. പതിയെ പതിയെ ആ ഇഷ്ടം അവളെ പഠിപ്പിക്കുന്നവരോടും തോന്നാൻ അധിക സമയമൊന്നും എടുത്തില്ല. എങ്ങനെ തോന്നാതിരിക്കും? അവനോളം അഴകുള്ള, അവനോളം അറിവുള്ള, അവനോളം പൗരുഷം നിറഞ്ഞൊരു പുരുഷനും അന്നേ വരെ ചാന്ദിനിയുടെ ഉള്ളു പിടിച്ച് കുലുക്കിയിട്ടില്ല. പ്രത്യേകിച്ച് അനിരുദ്ധന്റെ കൂടെ ഇടയ്ക്കിടെയുള്ള നോട്ടവും ചില ഭാവങ്ങളും ആളുടെ ഹൃദയത്തെ അലിയിച്ചു കളഞ്ഞു. പക്ഷേ മോഹിക്കാൻ പറ്റുമോ? കൊതിക്കാൻ പറ്റുമോ? കിട്ടില്ലെന്ന് ഉറപ്പുള്ളത് 100% ഉറപ്പല്ലേ? ഉള്ളിലെ ആഗ്രഹങ്ങളെ അടക്കി പിടിച്ച് കണ്ട സ്വപ്നങ്ങൾ തിരുത്തി കുറിച്ച് സ്വയമെല്ലാം മറക്കാൻ പെണ്ണ് ശ്രമിക്കുന്ന സമയത്ത് ഒരു ദിവസം ഹരിപ്രിയ വരാത്ത ദിവസം അനിരുദ്ധൻ ആ 10ാം ക്ലാസ്സുകാരിയോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ഞെട്ടിപ്പോയിരുന്ന ചാന്ദിനി ആ നേരം സ്വന്തം മനസ്സിനെ ശാസിച്ചു നിർത്തി വേണ്ട എന്ന് പറഞ്ഞു. തനിക്ക് പേടിയാണെന്ന് പറഞ്ഞു, ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ അനിരുദ്ധം വിടുവോ? അവസാനം ചാന്ദിനിക്കും തന്റെ ഉള്ളിലെ പ്രണയം പുറത്തേക്ക് കാണിക്കാൻ തരമില്ലാതെയായി. 2-3 കൊല്ലങ്ങൾ അനിരുദ്ധന്റെയും ചാന്ദിനിയുടെയും പ്രണയഭവനമായി ആ പാടത്തിനക്കരെയുള്ള വീട് മാറി. ആരും ഒന്നും അറിഞ്ഞില്ല, ഹരിപ്രിയ ഒഴിച്ച്. പക്ഷേ അവൾക്ക് ചാന്ദിനിയെയും അവളുടെ അനിയേട്ടിനെയും ഒരുപോലെ ഇഷ്ടമുള്ളതുകൊണ്ട് അതൊരു പ്രശ്നമായിരുന്നില്ല. എന്തിനവളും കൂടെ നിന്നു. പക്ഷേ വിധി വിശ്വംഭര മുതലാളിക്ക് മുകളിലായി ഒരു അപകടത്തിന്റെ രൂപത്തിൽ അവർക്കിടയിലേക്ക് വന്ന് വീണു. തിരുവനന്തപുരത്തേക്ക് പോയത് അനിയേട്ടൻ എന്തോ പരീക്ഷ എഴുതാൻ. തിരിച്ചു വരുന്ന വഴിയായിരുന്നു അപകടം. ആള് പോയി എന്നായിരുന്നു ആദ്യം കിട്ടിയ വിവരം. ഒരു നിമിഷം ചാന്ദിനി അത് പറഞ്ഞെത്തുമ്പോൾ തൊണ്ടയിടറി. അവരുടെ ദേഹം വെട്ടിയുറച്ചു. നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് തുള്ളികൾ, കണ്ണുകൾ കലങ്ങി മറിഞ്ഞു. അന്ന് ആ വാർത്ത കേട്ടപ്പോൾ ചാന്ദിനിക്കുണ്ടായ ഷോക്ക് എത്രത്തോളം എന്ന് അവൾ അവരോട് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ പോലും അപ്പോഴത്തെ ചാന്ദിനിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇന്ന് ഈ മുഖം നോക്കിയാൽ അറിയാം. എത്രമാത്രം അനിരുദ്ധൻ എന്ന വ്യക്തി ചാന്ദിനിയുടെ ഉള്ളിലുണ്ടെന്ന്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോയ്ക്ക് തിരിച്ചു വരും വഴിയായിരുന്നു അപകടം. ഓട്ടോ ഒരു ലോറിയുമായി കൂട്ടിയിടിച്ചതായിരുന്നു. അതിലെ ഓട്ടോ ഡ്രൈവറാണ് മരിച്ചത്. അനിയേട്ടൻ ധരിച്ച് പുറത്തേക്ക് വീണു. തലയിൽ നല്ല പരിക്കുണ്ടായിരുന്നു, ശരീരത്തിലും. പക്ഷേ അനിയേട്ടനുള്ളിൽ എൻ്റെ ഓർമ്മകൾ പോലും ആ ഒരു അപകടം തുടച്ചു നീക്കുന്ന ആ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പറഞ്ഞു കഴിയുമ്പോഴേക്കും ചാന്ദിനി എന്നോ മുതൽ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന സങ്കടങ്ങൾ പുറത്തേക്ക് തുറന്നടിച്ചു പോയി. തേങ്ങളോടെ തലയിൽ കയ്യും താങ്ങിയിരിക്കുന്ന ചന്തുവിനെ തിങ്കൾ പൊതിഞ്ഞു പിടിക്കുമ്പോൾ പാർത്തിയുടെ മിഴികളും അമ്മയുടെ സങ്കടം കണ്ട് നനഞ്ഞിരുന്നു. അവന്റെ കയ്യിലെ ഫോട്ടോയിലേക്ക് അനിരുദ്ധൻ ഒന്നുകൂടെ നോക്കി. അവരുടെ പ്രണയം അവന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എപ്പോഴെങ്കിലും ആൾക്ക് വീണ്ടും ഓർമ്മകൾ തിരിച്ചിട്ടി കാണണം. അതെ, ഉറപ്പായും കിട്ടിക്കാണും. അതുകൊണ്ടല്ലേ തന്റെ അമ്മയെ മറക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ ഇപ്പോഴൊരു വിവാഹം പോലും കഴിക്കാത്തത്. വർഷങ്ങൾക്ക് ശേഷം തന്റെ അമ്മയെ കണ്ടുമുട്ടിയപ്പോൾ മുന്നേയുള്ള അവരുടെ ആ ബിഹേവിയർ തന്നെ മാറിപ്പോയത്. ഇവരുടെ ഇത്രയും ടച്ചിങ് ആയ ലവ് സ്റ്റോറി പറയാൻ അമ്മ എന്തിനാണ് ഇത്രയും വേദനിച്ച് കഷ്ടപ്പെട്ടത്? അനിരുദ്ധൻ എന്ന വ്യക്തിയോട് തനിക്ക് കുറച്ച് ദേഷ്യമുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അന്നത്തെ മാനസികാവസ്ഥയിൽ അമ്മയുടെ കാമുകനാണെന്ന് മിഥുൻ ചോദിച്ചപ്പോൾ താൻ വല്ലാതെ ഹൈപ്പറായത്. എന്നാലും പിന്നെ തനിക്കും തോന്നിയിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രണയകഥ ഇതിനിടയിൽ ഉണ്ടാവുമെന്ന്. അമ്മയ്ക്കും അങ്ങേർക്കും ഇപ്പോഴും ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ താനായിട്ട് ഇനി അതിലൊരു ഇടം കോലിടാനും പോകുന്നില്ല. എങ്കിലും ഇത് പറഞ്ഞ പോലെ ഞാനിനി ആ കാട്ടുമാക്കാൻ അച്ഛാന്ന് വിളിക്കണ്ടേ? പാർട്ടിയുടെ മൂഡ് പോയി. അവരെ പോലെ ഒരുത്തനെ സംബന്ധിച്ച് എല്ലാവരെയും മുമ്പിൽ വെച്ച് തന്നെ അടിച്ചയാൾ, സ്റ്റേഷനിൽ കൊണ്ടുപോയി ഉപദേശിച്ച് ഭീഷണിപ്പെടുത്തിയാൾ, അവന്റെ തിളക്കുന്ന ചോരയിലേക്ക് വെള്ളമെടുത്ത് ഒഴിച്ചയാൾ. അതാണ് അനിരുദ്ധനോട് ചെക്കന് ഇത്ര ദേഷ്യം. എന്നൊരു തന്റെ ദേഷ്യത്തിന്റെ പേരിൽ അമ്മയുടെ സന്തോഷം കളയാൻ അവന് വയ്യ. അനിരുദ്ധന് അച്ഛന്റെ സ്ഥാനത്തൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും തന്റെ അമ്മയ്ക്ക് വേണ്ടി ആളെ തന്നെ മതി. അന്ന് നടക്കാത്ത അവരുടെ പ്രണയം ഇന്ന് താൻ സബലീകരിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൻ തലയുയർത്തി നോക്കുമ്പോൾ ചാന്ദിനി കരച്ചിൽ നിർത്തിയിട്ടുണ്ട്.
ഇപ്പോൾ ആ മുഖം വിളറി വിയർത്തിരിക്കുകയാണ്. അമ്മ പറഞ്ഞ കഥ പൂർത്തിയായി എന്നാണ് അവന്റെ വിചാരം. അനിരുദ്ധന്റെ ഓർമ്മ പോയ സ്ഥിതിക്ക് ആ സ്റ്റോറി അവിടെ വെച്ച് കഴിഞ്ഞു. അമ്മയ്ക്ക് അനിരുദ്ധനെ വിട്ട് തന്റെ അച്ഛനെ വിവാഹം ചെയ്യേണ്ടി വന്നു. ബാക്കി ഇതാണ് കഥയെന്ന് ചെക്കൻ സ്വയം അങ്ങ് തീരുമാനിച്ചു. പാച്ചു. ചന്തുവിന്റെ തൊണ്ടയിടറിക്കൊണ്ടുള്ള വിളി. ആ നിമിഷമാണ് ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന് അവന് മനസ്സിലായത്. ഇനിയും എന്തോ ഈ കഥക്ക് ബാക്കിയായി താൻ കേൾക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്ത്? പാർത്തിയുടെ ഹൃദയം മുന്നത്തേക്കാൾ വേഗതയിൽ മിടിച്ചു തുടങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.